അപ്പോൾ നമുക്കിവിടെ CSIR നെറ്റിൻ്റെ അത് JRF നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കോച്ചിങ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ ക്ലാസ് വരുന്നത് വീക്ക്ലി 4 ക്ലാസ്സസ് ആണ്. വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമുക്ക് CSIR നെറ്റ് ഫിസിക്സിന്റെ ആ ഒരു വാസ്റ്റ് സിലബസിൽ നിന്നുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് PYQs. ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫേസ് സ്പേസ് എന്ന് പറയുന്ന ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഫേസ് സ്പേസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൻ ഒരു ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്. H=xpx മൈനസ് ypy മൈനസ് 1/2 x² പ്ലസ് ഹാഫ് y². The initial values are given to be x of 0, y of 0 is equal to 1, 1. Initial condition തന്നിട്ടുണ്ട്. During this motion, the curve traced out by the particle. ഈ particle ഈ ഒരു മോഷൻ, ഈ ഒരു ഹാമിൽട്ടോണിയനിലുള്ള അതിൻ്റെ മോഷനിൽ ട്രേസ് ചെയ്യുന്ന പാത്ത് ഏതാണ്, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതിനായിട്ട് ഒരു ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട് അല്ലേ, ആ പാർട്ടിക്കിളിന്റെ ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ അതൊന്ന് നമുക്ക് സോൾവ് ചെയ്യാം. എന്താണ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നത്? x ഡോട്ട് ഇസ് ഈക്വൽ ടു ∂h/∂px. ഇവിടെ XY കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് x ഡോട്ടും എഴുതണം, അതുപോലെ തന്നെ y ഡോട്ടും എഴുതണം. y ഡോട്ട് ഇസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ എഴുതുമ്പോൾ എന്ത് വരും? ∂h/∂py എന്ന് വരും. ഓക്കെ, ഹാമിൽട്ടൺസ് ഇക്വേഷൻ ആണ് x ഡോട്ട് ഇസ് ഈക്വൽ ടു ∂h/∂px. അതിന്റെ സിമിലർ ആയിട്ട് y കോർഡിനേറ്റിൽ വരുന്നത് y ഡോട്ട് ഇസ് ഈക്വൽ ടു ∂h/∂py ആണ്. ഈ ഒരു ഹാമിൽട്ടോണിൽ നിന്ന് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? PXന് വിത്ത് റെസ്പെക്ട് ടു PX നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ PXന്റെ ടേം വരുന്നത് ആകെ XPX ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ PXന്റെ കോഎഫിഷ്യന്റ് എന്താണ് ഇവിടെ? x ആണ്. അപ്പോൾ x ഡോട്ട് ഇസ് ഈക്വൽ ടു ∂h/∂px എന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നത് x ആണ്. ഓക്കെ, അതുപോലെ തന്നെ y ഡോട്ട് ചെയ്യുമ്പോൾ ∂h/∂py ആണ്. അപ്പോൾ pyയുടെ ഒപ്പം വരുന്നത് മൈനസ് y ആണ്. അപ്പോൾ y ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് y എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയത് x ഡോട്ട് ഇസ് ഈക്വൽ ടു x എന്നും y ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് y എന്നാണ്. നമുക്ക് ഇതിൽ നിന്ന് x ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? dx/dt ആണ്. dx/dt ഇസ് ഈക്വൽ ടു x എന്ന് എഴുതാം. ഇതുപോലെ തന്നെ dy/dt ഇസ് ഈക്വൽ ടു മൈനസ് y എന്നും എഴുതാം. അതിൽ dx/dt is equal to x. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? dx/x is equal to dt എന്ന് എഴുതാം. അതുപോലെ തന്നെ dy/y is equal to dt എന്ന് എഴുതാം. ഇത് രണ്ടിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് ഇത് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ dx/x is equal to dt. ഇൻ്റഗ്രൽ dx/x എന്ന് പറയുന്നത് log x ആണ്. ഇസ് ഈക്വൽ ടു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t പ്ലസ് കോൺസ്റ്റന്റ് c1. log xനെ നമുക്ക് x ആക്കുമ്പോൾ എന്ത് പറ്റും? എക്സ്പൊണൻഷ്യൽ എടുത്തിട്ടുണ്ടെങ്കിൽ x of t ഇസ് ഈക്വൽ ടു ഇതിൻ്റെ എക്സ്പൊണൻഷ്യൽ e⁻t ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് a1 e⁻t എന്നാക്കാം. അതായത് എക്സ്പൊണൻഷ്യൽ ഓഫ് t പ്ലസ് c1 ആണ്. അതിനെ നമുക്ക് a1 ഇൻറ്റു e⁻t എന്ന് എഴുതാം. ഇത് x ഓഫ് ടിയുടെ ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ വൈയുടെ ഇക്വേഷൻ, അതായത് dy/y ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dt മൈനസ് dt ആണ്. മൈനസ് dt ആണ്. അപ്പോൾ അതിനെ log y ഇസ് ഈക്വൽ ടു മൈനസ് t പ്ലസ് c2 ആണ്. ഇതിന് എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോൾ y of t is equal to a2 e⁻t മൈനസ് t എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ y of tയും കിട്ടി, x of tയും കിട്ടി. x of t, y of t അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ 1 ഇത്, ഇക്വേഷൻ 2 നമുക്കറിയാം. ഇനി ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഇനീഷ്യൽ കണ്ടീഷൻസ് എന്തായിരുന്നു? x of 0 is equal to 1 and y of 0 is equal to 1. ഈ x of 0 is equal to 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? x of 0, അതായത് t is equal to 0യിൽ എക്സിന്റെ വാല്യൂ 1 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ x of 0 is equal to a1 into e⁻0 വരും. e⁻0 is equal to 1.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് A1 = 1 എന്ന് കിട്ടി. A1ന്റെ വാല്യൂ കിട്ടി. ഈ A1ന്റെ വാല്യൂ നമ്മൾ ഈക്വേഷനിൽ ഒന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഓഫ് ടി എന്തായിട്ട് കിട്ടി? കോൺസ്റ്റന്റ് A1 1 എന്ന് കിട്ടി. എക്സ് ഓഫ് ടി = e⁻t എന്ന് കിട്ടി. അപ്പോൾ ഇത് നമ്മളുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി ഇതേ കാര്യം, അതായത് ഇനീഷ്യൽ കണ്ടീഷൻ വൈയുടെ കേസിലും അപ്ലൈ ചെയ്യണം. y of 0 = 1 ആണ്. അപ്പോൾ y of 0 = 1 അപ്ലൈ ചെയ്യുക. അതായത് y of 0 = a2 e⁻−0 which is equal to 1. ഇനീഷ്യൽ കണ്ടീഷൻ 1 ആണ്. അപ്പോൾ അതിൽ നിന്ന് a2 = 1 എന്ന് വീണ്ടും കിട്ടി. അതായത് a2 = 1 എന്ന് കിട്ടി. ഇനി ആ വാല്യൂ നമുക്ക് y of t യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y of t = e⁻−t എന്ന് കിട്ടി. ഇക്വേഷൻ 4. ഇനി എക്സിൻ്റെയും വൈനെയും നമുക്ക് ടിയുടെ ടേംസിലല്ലാതെ രണ്ടിനെയും ഒരുമിച്ച്, അതായത് നമുക്ക് ആ പാത്ത് കൺസിഡർ ചെയ്യണം. ഏത് പാത്താണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതിനായിട്ട് എക്സ് ഓഫ് ടി എന്തായിരുന്നു? e⁻t ആണ്. y ഓഫ് ടി എന്ന് പറയുന്നതോ e⁻−t ആണ്. e⁻−t നമുക്ക് 1/e⁻t എന്ന് എഴുതാം. 1/e⁻t എന്ന് എഴുതി. e⁻t എന്ന് പറയുന്നത് എക്സ് ആണെന്ന് അറിയാം. അപ്പോൾ y = 1/x എന്ന് എഴുതാം. which is equal to xy = 1 എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ xy = 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഏതൊരു ട്രേസ് ചെയ്യുന്ന പാത്ത്, ആ പാത്ത് ഏതാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതിനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. xy = 1 എന്നുള്ളത് നമുക്ക് അത് മാത്രം മതി. xy = 1 എന്നുള്ളതാണ് നമ്മളുടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ വരുന്നത് ഏത് കോണിക് സെക്ഷൻ ആണ്? ഒരു ജനറൽ ഫോം, അതായത് ഒരു കോണിക് സെക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹൈപ്പർബോളയാണോ, പാരാബോളയാണോ, എലിപ്സ് ആണോ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ മാറാനായിട്ട് നമ്മളൊരു ജനറൽ ഇക്വേഷൻ അതിനായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ജനറൽ ഫോമാണ് ax² + bxy + cy² ആണ്. ax² + bxy + cy² dx + ey + f. ഇങ്ങനെ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഫോം ഇവിടെ നോക്കിക്കേ. xy എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് xy മാത്രമേ ഈ ഇക്വേഷനിലുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? a, അതായത് x²ന്റെ കോഎഫിഷ്യൻ്റ് ആണ് a. ഇവിടെ x² എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. അപ്പോൾ a എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. ഇനി b എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? xy എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് b. ഇവിടെ xy ഉണ്ട്. അപ്പോൾ xyയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. b = 1 ആണ്. പക്ഷേ ബാക്കിയെല്ലാം c, d, e, f ഈ കോഎഫിഷ്യൻസ് എല്ലാം, അതായത് y², x, y കോൺസ്റ്റന്റ് ഇതൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് c = d = e = f 0 ആണ്. ഇനി നോക്കിയാൽ മതി. ഇനി നമുക്ക് b² - 4ac ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് b² - 4ac. ആ b² - 4ac ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അതായത് b² - 4ac > 0 ആണെങ്കിൽ കിട്ടുന്ന വാല്യൂ 0-നേക്കാൾ വലുതാണെങ്കിൽ അതൊരു ഹൈപ്പർബോളയായിരിക്കും. ഹൈപ്പർബോള. ഇനി b² - 4ac < 0 ആണെങ്കിൽ അതൊരു പരാബോളയായിരിക്കും. ഇനി b² - 4ac = 0 ആണെങ്കിൽ അത് എലിപ്സ് ആയിരിക്കും. നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? b² - 4ac ചെയ്യുക. b² - 4ac b എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് കിട്ടി. 1 - a and c is 0 ആണ്. അപ്പോൾ b² - 4 × a × c, അതായത് 4 × 0 എന്ന് പറയുന്നത് 0 ആണ്, which is equal to 1 ആണ്, which is greater than 0. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഏതാണ്? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ്. അതായത് xy = 1 എന്ന് പറയുന്നത് ഹൈപ്പർബോള എന്ന് പറയുന്ന ആ ഒരു ഷേപ്പ്, അതിൻ്റെ ഇക്വേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും? ഈ ഒരു പാർട്ടിക്കിൾ ട്രേസ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത്
അതൊരു ഹൈപ്പർബോളയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫേസ് സ്പേസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ആദ്യം ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ അത് സോൾവ് ചെയ്യുക. അതിൽ നിന്ന് എക്സിനും വൈക്കും ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സ് വൈ, അതായത് വേറെ ടേംസ്, ടിയുടെ ടേംസ് ഒന്നും ഇല്ലാതെയുള്ള അതിനൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ടാണ് നമ്മൾ പാത്ത് ഏതാന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ CSIR നെറ്റിൻ്റെ അത് JRF നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കോച്ചിങ് ആണ് കൊടുക്കുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഒത്തിരിയേറെ ഡൗട്ട്സ് ഉണ്ടാവും. എങ്ങനെയാണ് ഈ സിലബസ് വിത്തിൻ ഈ ഒരു ഡിസംബറിൽ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഈ സിലബസ് ഫുള്ള് കവർ ചെയ്യണം, ഡൗട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ഡേയ്സും നമുക്ക് ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്. വീക്ക്ലി ഒരു 3 to 4 ഡേയ്സ് ആണ് നമ്മൾ ലൈവ് ക്ലാസ്സസ് വരുന്നത്. അതിൽ തന്നെ 2 എക്സാമുകളാണ്, വീക്ക്ലി 2 എക്സാമുകളാണ് ഇവിടെ നടത്തുന്നത്. ആ വീക്ക് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആ കാര്യങ്ങളിലൊക്കെ വരുന്ന അതിന് ബേസ് ചെയ്ത് വരുന്ന 2 എക്സാമുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മന്ത് എൻഡ് ആകുമ്പോൾ ഓരോ മന്തിലും നമുക്ക് ഓരോ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ വരുന്ന ഡിസംബറിലെ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം അതൊക്കെ അറിയാനായിട്ട്, നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ് വരുന്നത് വീക്ക്ലി 4 ക്ലാസ്സസ് ആണ്. വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് വരുന്ന ഡിസംബർ എക്സാം നന്നായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു.